എൻ്റെ മക്കൾ പട്ടിണിയോടെയാണ് കൊല്ലപ്പെട്ടത്. അവർ അത്താഴം പോലും കഴിക്കാതെ നോമ്പുകാരായിക്കൊണ്ടാണ് ഷഹാദത്ത് വരിച്ചത്. ലോകമേ, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്കിത് അനീതിയായി തോന്നുന്നില്ലേ? ഒരു ഉമ്മയുടെ വിലാപമാണ്. ഗസയിൽ നിന്നാണ്. ഈ റമദാനിലും അത്തരത്തിലുള്ള രോദനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ലോകം ഇങ്ങനെ നിസ്സംഗമായി നോക്കി നിൽക്കുന്നത് എന്നതാണ് ഗസയിലെ കൂട്ടക്കുരുതിയേക്കാളും നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം. ആലോചിച്ച് നോക്കൂ. മക്ക വിജയവും ബദർ വിജയവുമൊക്കെ സംഭവിച്ച സവിശേഷമായ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് റമദാനിൽ നാം കടന്നു പോകുന്നത്. എന്നിട്ടും അനീതിക്കെതിരിൽ ശബ്ദിക്കുവാൻ, ഈ കൂട്ടക്കുരുതിക്കെതിരിൽ അരുത് എന്നൊരു വാക്ക് പറയാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ലോകം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അലൈസ മിൻകും റജുലുർ റഷീദ്? അല്ല, നിങ്ങൾക്കിടയിൽ വിവേകിയായ ഒരാൾ പോലുമില്ലേ? തീർച്ചയായും ഈ ചോദ്യം ലോകം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷ നൽകുന്ന, മർദ്ദിത ജനതയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. ഇനിയുള്ള നാളുകളിൽ ഗസയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകളും ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മകളും രൂപപ്പെട്ടേ മതിയാകൂ.